ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും 2 ദിവസത്തെ വ്ളോഗ് ചേർത്തെടുത്താണ് കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും വീഡിയോ എടുക്കാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു പോകുന്നത്. എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തണം എന്ന് ഞാൻ വിചാരിക്കും, പക്ഷേ അത് നടക്കാറില്ല കേട്ടോ. അതെന്താണെന്ന് അറിയാൻ പാടില്ല. ഇടയ്ക്ക് വീഡിയോ എടുത്ത് വരുമ്പോഴത്തേക്കും മറന്നു പോവും, പിന്നെ തുടർച്ചയായിട്ടും എടുക്കാനായിട്ട് അങ്ങനെ വരുന്ന സന്ദർഭത്തിലാണ് കേട്ടോ വീഡിയോസ് ഇങ്ങനെ കുറഞ്ഞു പോകുന്നത്. അല്ലെങ്കിൽ തന്നെ ഞാൻ എല്ലാ ദിവസവും മാക്സിമം വീഡിയോസ് എടുത്തു പോകാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഓർക്കുമ്പോഴൊക്കെ ഞാൻ വീഡിയോ അങ്ങ് എടുത്തു പോകാറുണ്ട്. അപ്പോൾ ഇത് സൺഡേ ഉള്ള വ്ളോഗല്ല, സാറ്റർഡേ ഉള്ള വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ചേട്ടനും വീട്ടിലുണ്ടായിരുന്നു. ഭയങ്കര മഴ ആയതുകൊണ്ട് തന്നെ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല, വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്നൊരു സാധനം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയതാണ് ചിരവ. അത് സ്നേഹയുടെ വീട്ടിലും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അപ്പോഴാണ് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ചിരവ കാണുന്നത്. നമുക്ക് ഇളക്കിയെടുക്കാനും നമ്മൾ ആവശ്യം കഴിയുമ്പോൾ എടുത്ത് മാറ്റി വയ്ക്കാനൊക്കെ പറ്റുന്ന ഒരു ചിരവ ഞാൻ അപ്പോഴാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് വാങ്ങണമെന്നൊരാഗ്രഹം തോന്നി. അവിടെ വാങ്ങിയിട്ട് 1 വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കുറേ നാൾ മുന്നേ അവിടെ ഉള്ളതാണത്. അപ്പോൾ ഞാൻ ഓൺലൈനിൽ വഴി നോക്കിയ സമയത്ത് നല്ല റേറ്റും ഉണ്ടായിരുന്നു. കുറേ നാളിങ്ങനെ ഞാൻ കാർട്ടിലിട്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും എനിക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു റേറ്റ് നമുക്കറിയാലോ, നമുക്ക് ഏത് റേറ്റിലാണ് നമുക്ക് ഓരോ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നതെന്ന്. ആ റേറ്റൊക്കെ ആയ സമയത്ത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തേങ്ങ ചുരുവാനേ ഒരു പാടും തോന്നാറില്ല കേട്ടോ. അങ്ങനെ ഭയങ്കര മഴയും കോളും കാറ്റും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് തൈരും ചക്കക്കുരു മെഴുക്ക് പുരട്ടിയും കറിയും ഒക്കെ ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം വരെ കിടന്നുറങ്ങി കേട്ടോ. കുറച്ച് ദിവസമായി രാത്രി ശരിക്കും തന്നെ ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ ഇന്ന് 5:30 മണിക്ക് എണീക്കുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് നല്ലതായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും എബിയും കുട്ടുവും അബിയും കൂടെ എബിയുടെ മീനൊക്കെ വന്ന് നോക്കുമായിരുന്നു കേട്ടോ. അവർ 3 പേരുടെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റിയും തിരിച്ചും ഒക്കെ മീൻ വളർത്തുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ വിശേഷങ്ങളൊക്കെ നോക്കി നിന്നു. ഇതാണ് ഞാനിപ്പോൾ ഇവിടെയാണ് ചിരവ എങ്ങനെ തൂക്കിയിടും കേട്ടോ. എനിക്കതാണ് ഇപ്പോൾ എളുപ്പം. ഇപ്പോൾ നേരത്തെ പോലെ നമ്മുടെ അടുപ്പിൻ്റെ അവിടെ പോയി നിന്ന് ഇത് ഇടയ്ക്കിടയ്ക്ക് സ്ക്രൂ തിരിക്കുകയും ഒന്നും എടുക്കണ്ട. ഇപ്പം വളരെ ഈസിയാണ് കേട്ടോ. തേങ്ങ ചെരുവാനൊക്കെ നല്ല രസമാണ്. പെട്ടെന്ന് പൊടിയായിട്ട് തേങ്ങ നന്നായിട്ട് കിട്ടും കേട്ടോ. നമുക്കിപ്പോൾ തീയലൊക്കെ വയ്ക്കുന്ന സമയത്ത് വറുക്കാനൊക്കെ ആണെങ്കിൽ ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് കംഫർട്ടായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. മുമ്പ് സ്നേഹയുടെ അവിടെ പോകുമ്പോൾ 2-3 തവണ എന്തോ ചുരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് എനിക്കും അത് വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നത്. പിന്നെ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരത്ത് ചായ ഇട്ടു കേട്ടോ. അപ്പോൾ ചായ ഇട്ട് ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയൊക്കെ കഴിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം നാളെ പള്ളിയിലും കാര്യങ്ങളൊക്കെ പോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ രാത്രിയിലത്തേക്ക് കുറച്ച് ചോറ് തിളപ്പിച്ച് വെക്കാനുണ്ടായിരുന്നു. ഇപ്പം അന്നൊന്ന് ഇപ്പോൾ രാവിലത്തേക്കാണെങ്കിൽ രാവിലെ ചോറ് വയ്ക്കും, വൈകുന്നേരം ചോറ് വയ്ക്കും. കറികൾ മാത്രം ഉച്ചത്തേക്കും വൈകുന്നേരത്തേക്കും ഒരുമിച്ചാക്കി വയ്ക്കും. ചോറ് ഞാനിപ്പോൾ ഉച്ചത്തേക്കും രാത്രിത്തേക്കും സെപ്പറേറ്റാണ് ചോറ് വയ്ക്കുന്നത് കേട്ടോ. അങ്ങനെ കഴിക്കാൻ നല്ലതാണ്. കാരണം ഈ തണുപ്പ് സമയത്ത് ചൂട് ചോറൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക സുഖമാണല്ലേ. അതുകൊണ്ടാണ് അങ്ങനെ കഴിക്കുന്നത് കേട്ടോ. അതല്ല മുമ്പൊക്കെ ആണെങ്കിൽ അല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ നമ്മളെ ചൂട് സമയത്തൊക്കെ ആണെങ്കിൽ രാവിലെ തന്നെ 2 നേരത്തേക്കൊക്കെ ചോറൊക്കെ ആക്കി വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മെഹന്തിയൊക്കെ ഇടും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് മെഹന്തി ഇടുന്നു. അങ്ങനെ ഞാൻ മെഹന്തിയൊക്കെ ഇട്ടു. ഇത് 2ാമത്തെ ദിവസമാണ് കേട്ടോ. 2ാമത്തെ ദിവസം ഞാൻ പള്ളിയിലോട്ട് പോവുകയാണ്. പള്ളിയിൽ പോയി ആരാധനയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വരികയാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ പനങ്ങോട് തന്നെ നമ്മൾ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള കേക്കും ഒക്കെ വാങ്ങിച്ചിട്ട് നേരെ സ്നേഹയുടെ വീട്ടിലോട്ട് വന്നു. അവിടെ നിന്ന് പാലെടുക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാലും എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ വന്നത് മരിച്ചിനി വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടയ്ക്കാട് ജംഗ്ഷനിൽ തന്നെയുള്ള മാമൻ്റെ ഒരു മാമനും ഒരു അമ്മച്ചിയും തൊട്ട് അപ്പുറമായിട്ടിരുന്ന് മരിച്ചിനിയും കിഴങ്ങുകളും ഒക്കെ വിൽക്കാനായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത് കേട്ടോ. നല്ല വേഫർ ഉണ്ടായിരുന്നു, പിന്നെ കേക്കും ഉണ്ടായിരുന്നു. അപ്പം ബ്രൗണിയുടെ കേക്കായിരുന്നു കേട്ടോ. നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 2 സംഭവം കൂടെ ഞാൻ
ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടും കൂടെ ഞാൻ ഒരുമിച്ചാണ് കഴിച്ചത്. എന്ന് വെച്ചാൽ രണ്ടും കൂടെ കഴിച്ചല്ല, ആദ്യം കേക്ക് കഴിച്ചു, പിന്നെ ഈ റോളർ പോലത്തെ വേഫർ കഴിച്ചു. അപ്പോൾ ഈ കഴിച്ച സമയത്ത് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് രണ്ടും കൂടെ കഴിച്ച സമയത്ത് എനിക്ക് വല്ലാതെ തൊണ്ടയിൽ കയറി കുടുങ്ങിയിരുന്നു കേട്ടോ. എനിക്കത് പെട്ടെന്ന് ചിരിയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളമൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നീട് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. കഴിച്ചു. പിന്നെ അടുക്കളയിൽ എല്ലാ ജോലിയും ചെയ്ത് തീർത്തു. ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചതാണ് കേട്ടോ. പൊറോട്ടയും ഒരല്പം മരിച്ചിനിയും ചിക്കൻ കറിയും കൂട്ടി ഞാൻ കഴിച്ചു. ചേട്ടനൊക്കെ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഞങ്ങൾ പള്ളിയിൽ നിന്ന് സൺഡേ സ്കൂളിൻ്റെ ടീച്ചേഴ്സിൻ്റെ ഒരു സെമിനാർ നടക്കുന്നുണ്ട് കേട്ടോ. ബാലരാമപുരം നസ്രത്ത് ഹോം സ്കൂളിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ നിന്ന് കാറിലാണ് അങ്ങോട്ട് പോയത്. ഞാനും വേറെ 2 ടീച്ചേഴ്സും ആയിട്ട് പോയി. അപ്പോൾ നമുക്ക് രജിസ്ട്രേഷനുണ്ട്. രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രമേ നമുക്കുള്ള സർട്ടിഫിക്കറ്റ് തരത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഡയറിയുടെ പുറകിലായിട്ട് ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ ഒട്ടിച്ച് വെക്കണം. അപ്പോൾ നമുക്കിപ്പോൾ ഇത്രയും പേരാണ് നമ്മുടെ ഈ സൺഡേ സ്കൂളിൻ്റെ ചുമതലകളെല്ലാം വഹിക്കുന്നവർ. അപ്പോൾ ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സൺഡേ സ്കൂൾ സന്ദർശിക്കാനായിട്ട് നമ്മുടെ പള്ളിയിലോട്ട് വരും. ആ സമയത്ത് നമ്മൾ ഇതൊക്കെ എടുത്ത് കാണിക്കണം. അപ്പോൾ അതിന് പ്രത്യേക മാർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ആദരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഷീൻ അച്ഛനായിരുന്നു കേട്ടോ നമുക്ക് ക്ലാസ് എടുത്തത്. അപ്പോൾ ആദരവ് കൊടുത്തില്ലേ, ആ അച്ഛനായിരുന്നു ക്ലാസ് എടുത്തത് കേട്ടോ. നല്ല രസമായിരുന്നു. ഭയങ്കര തമാശയും കളിയും ചിരിയും ഒക്കെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. 1.5 മണിക്കൂർ പോയത് എങ്ങനെയെന്ന് പോലും അറിഞ്ഞില്ല കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു ക്ലാസ് ആയിരുന്നു. പിന്നെ ചായ കുടിച്ചു, സമൂസയൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങിയിട്ട് ഞാൻ പോകുന്നത് സ്നേഹയുടെ ഒപ്പമാണ്. സ്നേഹയും ബീനയും അശ്വിനിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് സ്നേഹയുടെ വീട്ടിലാണ് കേട്ടോ. ഞങ്ങൾ ഇത്രയും നല്ല ഫ്രണ്ട്സായിട്ട് പോലും സ്നേഹ മുമ്പൊക്കെ താമസിച്ച സ്ഥലങ്ങളൊന്നും കണ്ടിട്ടുണ്ട്. അതായത് അവിടെ അപ്പൂപ്പനും അമ്മച്ചിയൊക്കെ താമസിക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇതുവരെയും പോയി കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവർ വാങ്ങിയ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയതാണ്. ഇതുപോലെയൊക്കെയുള്ള അവധി കിട്ടുമ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നടക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാണ് കേട്ടോ അവർ വാങ്ങിയ സ്ഥലം. അപ്പോൾ അവിടെ പോയി ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഭയങ്കര വിഷമമാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് അവൻ്റെ സൗണ്ടൊന്നുമില്ലാതെ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് അവന് ഭയങ്കര ഇതാണ് കേട്ടോ. അവൻ്റെ അടുത്ത് പറയും, എന്തോന്ന് ആൻറ്റി എപ്പോഴും എൻ്റെ വീഡിയോ ഇങ്ങനെ എടുക്കുന്നതൊക്കെ എടുത്ത് ചോദിക്കും. കാരണം അവൻ്റെ സൗണ്ട് കൂടെ വെക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ പറയുന്നത്. പിന്നെ ആ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ. ഭയങ്കര ഒരു പ്രകൃതി രമണീയം എന്നൊക്കെ പറയാം. നമ്മുടെ നാട്ടിൻ പുറമാണ്. നല്ല രസമുള്ള സ്ഥലമാണ്. ഇതൊരു പള്ളിയാണ് കേട്ടോ. സ്നേഹം മുമ്പ് പഠിച്ച സ്കൂളാണ് തൊട്ടടുത്തുള്ളത്. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ നല്ലൊരു പള്ളിയാണ് കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ആത്മീയത നിറയുന്ന ഒരു പള്ളിയായിരുന്നു നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കണ്ടപ്പോൾ തന്നെ കേട്ടോ. അപ്പോൾ സ്നേഹയാണ് ഇറങ്ങി പുറത്തുനിന്ന് വീഡിയോസൊക്കെ എടുത്തു. അവിടെ ഞങ്ങൾ നേരെ പിന്നെ സ്നേഹയുടെ വീട്ടിലോട്ട് വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെയായിരുന്നു രാത്രി ഒരു 7-7:30 മണി വരെയൊക്കെ ഞങ്ങൾ അവിടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ ആൻറ്റി ഞങ്ങൾക്ക് വേണ്ടി ചോറ് വെച്ചിട്ടുണ്ട്. ചോറും മരിച്ചിനിയും ബീഫ് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചു. അത് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെയാണ് ഞങ്ങളിങ്ങനെ സ്നേഹയുടെ വീട്ടിലോട്ട് വന്നത്. അത് നല്ലൊരു ദിവസമായിരുന്നു. നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ഇത് മനസ്സറിഞ്ഞ് തന്നെ ഫുഡൊക്കെ കഴിച്ചു. പാവ ആൻറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ മാമൻ അപ്പോൾ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്നേഹയുടെ നാത്തൂനൊക്കെ ഉള്ളതാണ് ഇവിടെ. അവൾ ഒരു അത്യാവശ്യമായിട്ട് അവളുടെ വീട് വരെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ. ആ സമയത്ത് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് വരുന്ന സമയത്ത് അശ്വിനിയുടെ പാട്ടും ബഹളങ്ങളും ചിരിയും തമാശയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് നമ്മുടെ വേറെ കോപ്പി റൈറ്റ് കിട്ടും ആ പാട്ടൊക്കെ ഇട്ട്. അതുകൊണ്ടാണ് ഞാൻ അത്തരത്തിലൊരു പാട്ടും ഒന്നും ഇടാത്തത് കേട്ടോ. അപ്പോൾ റംബൂട്ടാൻ ഉണ്ടായിരുന്നു കേട്ടോ. അതും ഞങ്ങൾ 2 വീതം ഞങ്ങൾ ഓരോരുത്തരും എടുത്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ വണ്ടി ഇരുന്ന് കഴിച്ചിങ്ങനെ വന്നു കേട്ടോ. എനിക്കിങ്ങനെ ഇളക്കിയെടുക്കുന്ന റംബൂട്ടാനാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. പക്ഷേ അതിങ്ങനെ അധികം കിട്ടാറുമില്ല. അങ്ങനെ ഇതാണ് കേട്ടോ. ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോന്നു. സ്നേഹയും ബീനയും അവിടെ ഇറക്കിയതിന് ശേഷം ഞാനും അശ്വിനിയും കൂടെ നേരെ ഓട്ടോയിൽ തന്നെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് വെച്ച് എബിക്കും ചേട്ടനും വേണ്ടി പൊറോട്ടയും വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് വന്നത്. കാരണം ഞാനും ബീഫൊക്കെ കൂട്ടി കഴിച്ചതല്ലേ. അപ്പോൾ അവർക്ക് പൊറോട്ട വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അതുമൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ സ്നേഹയ്ക്ക് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അത് നമ്മൾ പനങ്ങോട് വന്നിട്ടാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.